ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ഗോതമ്പ് പുട്ടാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്ന ഈ മീൻകറി ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നില്ല. അത് ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആവോലി മുളകിട്ട് വെച്ചത് അതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഞാൻ ആവോലി മുളകിട്ട് വെക്കുന്നതെന്നൊക്കെ ഈ ക്യാരറ്റ് ഗോതമ്പ് പുട്ട് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിനെന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ പുട്ട് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ സൈസിലുള്ള ഒരു ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായത്. ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ 2 ക്യാരറ്റ് ഉപയോഗിക്കാം. 250 ml കപ്പിന്, മെഷറിംഗ് കപ്പിന് 2 കപ്പ് ഗോതമ്പ് മാവ്. ചിലരൊക്കെ ഈ പുട്ടുണ്ടാക്കുന്നുണ്ട് ഇത് സാധാരണ ഒന്ന് ഫ്രൈ ചെയ്യാറുണ്ട് ചെറുതായിട്ട്. ഞാൻ പക്ഷേ ഫ്രൈ ചെയ്തിട്ടില്ല, റോ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ പുട്ടുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരണ്ടിയത്, പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി പുട്ടിൻ്റെ മാവ് നമുക്ക് റെഡിയാക്കാം. മാവിലേക്ക്, ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഈ ക്യാരറ്റിൻ്റെ ഈർപ്പൊക്കെ ഈ ഗോതമ്പ് പൊടിയിലോട്ടൊന്ന് ഇറങ്ങാനായിട്ട് കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഒരു ശകലം വെള്ളം കൂടെ തളിച്ചിട്ട് കൈ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിന് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് നമ്മുടെ പൾസ് ബട്ടണിലിട്ട് ഒന്ന് കറക്കി കൊടുക്കണം. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആവാനായിട്ട്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. പുട്ടിൻ്റെ പൊടി അതിനാവശ്യത്തിന് നനഞ്ഞിട്ടുണ്ടോ നോക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇത് കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹോൾഡായിട്ടിരിക്കണം. അതാ അതിൻ്റെ പരുവം. ഒത്തിരി നനഞ്ഞു പോകരുത്. മിക്സിയിൽ അടിച്ച പൊടി ഞാനൊരു പാത്രത്തിലോട്ട്, വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ നനവ് പോരം തോന്നുവാണെങ്കിൽ ഒരു ശകലം വെള്ളം നമുക്ക് കൈകൊണ്ടൊന്ന് നനച്ച് കൊടുക്കാം. എന്നിട്ട് പൊടി വാരിയിട്ട് ഇങ്ങനെ ഇതുപോലെ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചാൽ മതി. ബാക്കിയുള്ള പൊടിയും ഇതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിനകത്ത് കുറച്ച് കട്ടകളൊക്കെ ഉണ്ടല്ലോ, അതുമല്ല ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യത്തെ പാത്രത്തിലോട്ട് തന്നെ ഇതൊന്നുകൂടെ ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്നുകൂടെ മുമ്പേ അടിച്ചെടുത്ത പോലെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ആയിട്ട് കിട്ടും, നല്ല പൊടിയും കിട്ടും. ഇനി നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ജാറിലോട്ട് മാറ്റി 2-3 ട്രിപ്പായിട്ട് നമുക്കൊന്നുകൂടെ ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ഗോതമ്പും കൂടെ ഇട്ട പൊടി നമ്മൾ രണ്ടാമതും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയത് കണ്ടോ. അപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിനകത്ത് അടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ അരി കൊണ്ട് പുട്ടുണ്ടാക്കിയാലും നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതിലിപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ പൊടിക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ ചേർത്തിട്ടൊന്നുമില്ല. ഇനി നമുക്ക് പുട്ട് പുഴുങ്ങാൻ തുടങ്ങാം. ഞാൻ പുട്ടുകൂടെ അടുപ്പ് വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കാനായിട്ട്. തിളച്ച് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ട് കുറ്റിക്കകത്ത് വാരി വെച്ചിട്ട് ഉണ്ടാക്കാം. നമുക്ക് പുട്ട് കുറ്റി ഫില്ല് ചെയ്യാം. അതിന് ആദ്യമായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഹാഫ് വരെ ഫില്ല് ചെയ്തിട്ട് കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കണം. പൊടി ഹാഫ് വരെ ഫില്ലായിട്ടുണ്ട്. ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും പൊടി ഇട്ട് കൊടുക്കാം. പുട്ടുകുറ്റി ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെള്ളവും തിളച്ച് തുടങ്ങി. നമുക്കിനി ഇത് പുട്ടുകുറ്റി കുടത്തിലിട്ട് വെക്കാം. പുട്ടിന് ചെറുതായിട്ട് ആവ് എന്ന് തുടങ്ങി. നല്ല പുട്ടിൻ്റെ മണമൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം, നല്ലതായിട്ടൊന്ന് വേവട്ടെ. പുട്ടിന് ആവ് വന്ന് തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇത് വെന്ത് കാണും, നമുക്ക് എടുക്കാം. ഇനി അപ്പം നമ്മുടെ ക്യാരറ്റ് ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മുളകിട്ട മീൻകറിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. നമ്മൾ
നാടൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് ഈ പുട്ടും മുളകിട്ട നാടൻ മീൻകറിയും കൂടെ. മുളകിട്ട മീൻകറി ഉണ്ടാക്കി ഞാൻ നേരത്തെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആ മീൻകറിയും ഈ പുട്ടും കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും തീർച്ചയായും. നിങ്ങൾ ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻറ്റ്സ് അറിയിക്കണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.